സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും ഭാവി പ്രവർത്തനങ്ങൾക്ക് പൊതുജനാഭിപ്രായം തേടാനുമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നാടിന്റെ വികസനം എല്ലാവർക്കും ഉള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പൊതുജനാഭിപ്രായം തേടുകയും ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷ നിലപാടിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. രാഷ്ട്രീയ അടിസ്ഥാനത്തിലെടുത്താൽ, മുന്നണി അടിസ്ഥാനത്തിലെടുത്താൽ പല ചേരികൾ അധികാരത്തിലുണ്ടാവും. എല്ലാവരുടെയും ഏകരൂപമായിരിക്കില്ല. ഈ പ്രക്രിയയിൽ എല്ലാവരും സഹകരിക്കുകയാണല്ലോ വേണ്ടത്. ഇതിനകത്ത് വേറെ അജണ്ടയില്ലല്ലോ. ചിലയിടങ്ങളിൽ തുറന്ന മനസ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്നു മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് വികസന സദസ്സ്. നാടിന്റെ ഭാവി വികസനത്തിന് ശക്തമായ അടിത്തറ പാകാൻ പരിപാടിയിലൂടെ കഴിയുമെന്നും കേരളത്തിലെ വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കാൻ പറ്റണം. ഏതായാലും ഇതൊരു പൊതു അഭ്യർത്ഥനയാണ്. കൂടെ നിന്നില്ലെങ്കിലും വികസനം നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം മറ്റൊന്ന്, അത് വേറെ, അത് അതിൻ്റെതായ മുറക്ക് നടക്കും. പക്ഷേ എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. ആ സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.